ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് വേദാന്ത. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 8% ഇടിഞ്ഞ് 402 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് മികച്ചതായിട്ടും വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ മെറ്റൽ സെക്ടറിൽ വന്ന സെല്ലിംഗ് പ്രഷറാണ് വേദാന്ത എന്ന സ്റ്റോക്ക് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം. 439 രൂപയിൽ നിന്നും സ്റ്റോക്ക് വെള്ളിയാഴ്ച 402 രൂപയിലേക്ക് ഇടിയുകയായിരുന്നു. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ അലൂമിനിയം, സിങ്ക് എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ചരിത്ര നേട്ടമായിരുന്നു വേദാന്ത കൈവരിച്ചത്. എന്നിട്ടും വേദാന്തയുടെ മെറ്റൽ പോർട്ട്ഫോളിയോയിലുള്ള ചില പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ അമേരിക്ക അഡീഷണൽ ടാക്സ് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുള്ള അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് വേദാന്ത ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ ഇടിഞ്ഞത്. ആൾറെഡി അലൂമിനിയം, സ്റ്റീൽ എന്നിവയുടെ ഇമ്പോർട്ടിന് മുകളിൽ അമേരിക്ക 25% ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു. ഇതുകൂടാതെ ഇമ്പോർട്ട് ടാക്സിൽ നിന്നും ഒഴിവാക്കിയ ചില മെറ്റലുകൾക്ക് മുകളിലും അമേരിക്ക ഉടൻ തന്നെ ടാക്സ് ഏർപ്പെടുത്തും എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് വന്നതാണ് വേദാന്ത എന്ന സ്റ്റോക്ക് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം. അതേസമയം വേദാന്തയുടെ Q4 ബിസിനസ് അപ്ഡേറ്റ് പരിശോധിച്ചാൽ മികച്ച ബിസിനസ് അപ്ഡേറ്റാണ്. ഇരുമ്പയിര്, ഉരുക്ക്, ഗ്യാസ്, ഇലക്ട്രിസിറ്റി എന്നിവയുടെ ഉൽപ്പാദനത്തിലെല്ലാം കമ്പനി വളർച്ച കൈവരിച്ചിട്ടുണ്ട്. വേദാന്തയുടെ അലൂമിനിയം പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയറിൽ 9% വർദ്ധിച്ച് 2421 കിലോ ടണ്ണായി വർദ്ധിച്ചിട്ടുണ്ട്. വേദാന്തയുടെ സിങ്ക് പ്രൊഡക്ഷനിൽ 52% വളർച്ചയാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി കൈവരിച്ചിരിക്കുന്നത്. ഇരുമ്പയിര് പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയറിൽ 22%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 36% വളർച്ച കൈവരിച്ചു. ബിസിനസ് അപ്ഡേറ്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മികച്ച പെർഫോമൻസ് ആണ് വേദാന്ത കാഴ്ചവെച്ചത്. അതേസമയം മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നിരിക്കുന്നത്. ഇനി വേദാന്ത എന്ന സ്റ്റോക്കിൽ ഫ്രഷ് പൊസിഷൻ എടുക്കാമോ, അല്ലെങ്കിൽ എക്സിസ് സ്റ്റോക്കിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. വേദാന്ത വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷന് മുമ്പേ 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് എന്ന പ്രധാന സപ്പോർട്ട് നഷ്ടപ്പെടുത്തിയിരുന്നു. 454 ആയിരുന്നു 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച്. അതിനുശേഷം സ്റ്റോക്ക് 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 444 കൂടി നഷ്ടപ്പെടുത്തി. ഈ രണ്ട് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് നഷ്ടപ്പെട്ടത് സ്റ്റോക്കിൻ്റെ ബിയറിഷ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. 400-നടുത്ത് ട്രേഡ് ചെയ്യുന്ന വേദാന്തയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവൽ 390 ആണ്. 390 എന്ന സപ്പോർട്ട് ലെവൽ നഷ്ടമായാൽ സ്റ്റോക്ക് ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ 385, 360 തുടങ്ങിയ ലെവലുകളാണ് പ്രധാന ലെവലായി പ്രവർത്തിക്കുന്നത്. ഷോർട്ട് ടൈമിൽ വേദാന്ത എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തിരിക്കുന്നവർ 390 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതല്ല മീഡിയം ടൈമിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തിരിക്കുന്നവർക്ക് 350 രൂപയുടെ സ്റ്റോപ്പ് ലോസും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഫ്രഷ് പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ 425 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. 425 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താലും 444 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 444 കഴിഞ്ഞാൽ 450 അടുത്ത റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും. രണ്ടാമത്തെ സ്റ്റോക്ക് സൊമാറ്റോയാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും കഴിഞ്ഞ ആഴ്ച റിക്കവറിയുടെ സിഗ്നൽ കാണിക്കുകയും വീക്ക്ലി ബേസിസിൽ 4.5% ഉയരുകയും ചെയ്ത ഒരു സ്റ്റോക്കാണ് സൊമാറ്റോ കഴിഞ്ഞ 6 മാസമായി കറക്ഷൻ ഫേസിലായിരുന്നു. ശക്തമായ വിൽപ്പന സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി സൊമാറ്റോ എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും ഏകദേശം 30%-ലേറെ കറക്റ്റ് ആവുകയും ചെയ്തു. കഴിഞ്ഞ 6 മാസമായി കറക്ഷൻ ഫേസിലൂടെ കടന്നു പോകുന്ന സൊമാറ്റോയ്ക്ക് ഗോൾഡ്മാൻ സാൻസ് ബൈ എന്ന റേറ്റിംഗും 310 രൂപയുടെ ടാർഗറ്റ് നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ഗോൾഡ്മാൻ സാൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ വന്ന കറക്ഷൻ മൂലം കമ്പനിയുടെ വാല്യൂഷൻ അട്രാക്റ്റീവ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിൽ കമ്പനിയുടെ വാല്യൂഷൻ ഓക്കെയാണ്. കൂടാതെ ബ്ലിങ്കിറ്റിൻ്റെ എബിറ്റ മാർജിനുകളിലും സ്ട്രക്ചറലി കറക്ഷൻ വരുന്നുണ്ട്. ഇത് രണ്ടിൻ്റെയും പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് അട്രാക്റ്റീവ് പ്രൈസിൽ ലഭിക്കുന്നു എന്നാണ് ഗോൾഡ്മാൻ സാൻസിൻ്റെ റിപ്പോർട്ട്. ഇതുമൂലം റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ ആണെന്നും ഗോൾഡ്മാൻ സാൻസ് പറയുന്നു. കഴിഞ്ഞ 6 മാസമായി സ്റ്റോക്കിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ വന്നു. കൂടാതെ സ്റ്റോക്ക് 100-ഡേ, 200-ഡേ, 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെയാണ്. സ്റ്റോക്കിൽ ഒരു റിക്കവറി ഇതുവരെയും വന്നിട്ടില്ല. അതുപോലെ തന്നെ RSI നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അത്ര അധികം സ്ട്രെങ്തും വന്നിട്ടില്ല. എന്നിരുന്നാലും വീക്ക്ലി ബേസിസിൽ സ്റ്റോക്കിനടുത്ത് ഒരു സ്ട്രോങ് സപ്പോർട്ട് ഫോം ചെയ്യുന്നതും 190 സ്റ്റോക്കിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളതും 190മായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവുള്ളതിൻ്റെയും പശ്ചാത്തലത്തിൽ സൊമാറ്റോ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതുമാണ്. റീസെൻ്റ്ലി ഗോൾഡ്മാൻ സാൻസ് ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി സൊമാറ്റോയുടെ 60 ലക്ഷം ഷെയറുകൾ 281 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യുകയും ചെയ്തു.
ഒരു പ്രശസ്ത ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നതും കറക്ഷൻ ഫേസിൽ സപ്പോർട്ടിനടുത്ത് സ്റ്റോക്ക് ലഭിക്കുന്നതും സൊമാറ്റോ എന്ന സ്റ്റോക്കിന് മുൻതൂക്കം നൽകുന്ന ഫാക്ടറുകളാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്